കേരള സർവകലാശാല MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ അധ്യാപകനെ പിരിച്ചുവിടാൻ ശുപാർശ. റിപ്പോർട്ട് സമർപ്പിച്ചു. അധ്യാപകന്റെ മൊഴിയിൽ വൈരുദ്ധ്യമെന്ന റിപ്പോർട്ട്. പുനഃപരീക്ഷയ്ക്ക് ചിലവായ തുക സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈടാക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ ഒരു ഘട്ടത്തിൽ അധ്യാപകന്റെ പ്രതികരണം കൂടി പുറത്തേക്ക് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പിരിച്ചുവിടേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ലായിരുന്നു. സർവകലാശാലയുടെ പിഴവ് മറച്ചു വയ്ക്കുകയാണ്. തന്നെ മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാം, പക്ഷേ പിരിച്ചുവിട്ടത് അനീതിയാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടല്ലോ. ദീപിക, കേരള സർവകലാശാലയിലെ MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർക്ക് ഏതായാലും അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ബൈക്കിൽ ഉത്തരക്കടലാസ് പാലക്കാടേക്ക് കൊണ്ടുപോയത് വീഴ്ചയാണ് എന്നുള്ളതാണ് അന്വേഷണ സമിതിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ അധ്യാപകന്റെ മൊഴികളിലടക്കം പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പൂജപ്പുര ICM കോളേജിലെ ഗസ്റ്റ് അധ്യാപകനാണ് പി പ്രമോദ്. പുനഃപരീക്ഷയ്ക്ക് വേണ്ടി പണം ചിലവായിട്ടുണ്ട് സർവകലാശാലയുടെ പക്കൽ നിന്നും. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക ICM കോളേജിൽ നിന്ന് ഈടാക്കാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അധ്യാപകൻ നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത് തനിക്കെതിരെ നടപടിയെടുത്തത് സർവകലാശാലയുടെ മുഖം രക്ഷിക്കാനാണ് എന്നുള്ളതാണ്. സർവകലാശാലയുടെ തെറ്റ് മറച്ചുവെക്കുന്നതിനാണ് നടപടി എടുത്തിരിക്കുന്നത്. പിരിച്ചുവിടാൻ മാത്രം വലിയ തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അധ്യാപകന്റെ പ്രതികരണം. ഏതായാലും പിരിച്ചുവിടാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിലുള്ള ഒരു ശുപാർശ തന്നെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ദേവിക, രശ്മി, അതോടൊപ്പം തന്നെ ഈ അധ്യാപകന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. അധ്യാപകന്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലേ? അതെ, അധ്യാപകന്റെ മൊഴിയിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ സമിതി കൈമാറിയിട്ടുള്ള വൈസ് ചാൻസലർക്ക് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. അതായത് ഈ യാത്രയുടെ സമയം, അതോടൊപ്പം ഇത് എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ ഇത് പറയുന്നതിലൊക്കെ തന്നെ പലതരത്തിലൊരു യോജിപ്പില്ലായ്മ, പല കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊരു മൊഴിയിലൊക്കെ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ളൊരു ശുപാർശ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സമിതി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സർവകലാശാല പിന്നീടും ഈ പരീക്ഷ നടത്തിയിരുന്നു. പുനഃപരീക്ഷ ഇന്നലെയാണ് അതിന്റെ പുനഃപരീക്ഷ പൂർത്തിയായത്. പരീക്ഷ എഴുതേണ്ടിയിരുന്ന 71 വിദ്യാർത്ഥികളിൽ 65 പേരും പരീക്ഷയ്ക്ക് എത്തിയിരുന്നു. ഏതായാലും അതിന് കേരള സർവകലാശാലയ്ക്ക് ചിലവായ തുക ഉൾപ്പെടെ ഈ കോളേജിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള ഒരു തീരുമാനവും നിലവിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ദേവി, ശരി. കേരള സർവകലാശാല MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ അധ്യാപകനെ പിരിച്ചുവിടാൻ ശുപാർശ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അധ്യാപകന്റെ മൊഴിയിൽ വൈരുദ്ധ്യമെന്ന റിപ്പോർട്ട്. പുനഃപരീക്ഷയ്ക്ക് ചിലവായ തുക സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈടാക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അധ്യാപകന്റെ പ്രതികരണങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. തന്നെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു, മാറ്റി നിർത്താമായിരുന്നു, പക്ഷേ പിരിച്ചുവിട്ട ഈ ഒരു നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.